അസ്സലാമു അലൈക്കും. റംസാൻ 10 ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഞാനൊരു നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവാണ്. നല്ലൊരു നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവാണ്. അതിൽ നെയ്യ് വയ്ക്കുക. നമുക്ക് ഏലക്ക, ഗ്രാമ്പൂ, പട്ട എല്ലാ സാധനങ്ങളും ചേർക്കാം. ഇനി നമുക്കിതിനകത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. നല്ലൊരു ടേസ്റ്റാണ് നെയ്ച്ചോറ്. 3 പച്ചമുളക്, അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ നെയ്ച്ചോറിൻ്റെ. കുറച്ച് ക്യാരറ്റ്, നല്ല ടേസ്റ്റാട്ടോ. ഈ കറിവേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചിയും ക്യാരറ്റും എല്ലാം കൂടെ പച്ചമുളകൊക്കെ നല്ലൊരു ടേസ്റ്റാണ് നെയ്ച്ചോറ്. ഒരു 3 കപ്പ് അരിയായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് അരി അങ്ങ് ഇടാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഞാൻ അരി നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 കപ്പ് അരിക്ക് ഒരു 6 കപ്പ് വെള്ളം ഒഴിക്കും. നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ചെറിയ തീക്കാട്ട് വയ്ക്കണം. നമുക്കൊന്ന് ഇളക്കിയിട്ട് നോക്കാം. എന്നിട്ടിനി ചെറിയ തീയിൽ കിടന്ന് വേവട്ടെ. നല്ല ടേസ്റ്റാണ് നെയ്ച്ചോറ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ക്യാരറ്റും പച്ചമുളകും കരിയാപ്പിലയും നെയ്യും എല്ലാം ഇട്ട് നല്ല ടേസ്റ്റാണ്. വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ചേർക്കുമ്പോൾ. ഇനി നമുക്കതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിക്കുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ചോറ് ഇച്ചിരി മാറ്റിയിട്ട് വേണം നെയ്യ് ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ അതെല്ലാ സ്ഥലത്തും നമുക്ക് പിടിക്കും. ചോറിങ്ങനെ നീക്കിയിടണം. ഇത് മൂടി വയ്ക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഇളക്കിയെടുക്കാം. നമുക്കിത് ഇളക്കി ഇനി നമുക്കിതിൽ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പില്ലായിരുന്നു കേട്ടോ. കാഴ്ചയിലല്ല, ഞാൻ കുറച്ച് ബദാം പരിപ്പാണ് ഞാനിടുന്നത്. അത് വറുത്താണ് ഇടുന്നത്. നല്ല ടേസ്റ്റാണ് നെയ്ച്ചോറിലിപ്പോൾ. കാശിലിട്ട് ഇല്ലെങ്കിലും ഇത് വറുത്ത് ചേർക്കാം, നല്ലതാണ്. കുറച്ച് മുന്തിരി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി നെയ്ച്ചോറാണ്. നല്ല ടേസ്റ്റാണ് നെയ്ച്ചോറിന്. റംസാനാണ് ഇൻഷാ അല്ലാഹ്. ഇന്ന് ഞാൻ റംസാനിൽ 10 ആയി നോയമ്പ്. ഇതുവരെ അല്ലാഹു എല്ലാ റാഹത്തായിട്ട് തന്നു ഇൻഷാ അല്ലാഹ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. അസ്സലാമു അലൈക്കും.